ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാട്ടത്തെ കിളിക്കൂടിൽ നിധി ഹരീഷിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒടുവിൽ ഹരീഷ് തിരിച്ച് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. സുധീഷ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ സുധീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നോ, അതൊക്കെ കേട്ടപ്പോൾ ഹരീഷ് പേടിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുത്തി. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ലടാ പ്രശ്നമൊന്നുമില്ല, സുധീഷ് ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല, ഫോൺ ഓഫാണ്, രാവിലെ ഇവിടെ നിന്ന് പോയതാണ്. സുധീഷ് അങ്ങനെ ഫോൺ ഓഫാക്കി വെക്കാറില്ലല്ലോ. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അതെ അതെ സുധീഷ് ഏട്ടൻ അങ്ങനെ ഫോൺ ഓഫാക്കാറില്ല, നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നമൊന്നുമില്ല, നീ പേടിക്കേണ്ട. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഓക്കെ അടുത്തി സുധീഷേട്ടൻ അഥവാ അങ്ങോട്ട് വരാണെങ്കിലോ വിളിക്കുകയാണെങ്കിലോ ഒക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കോള വെക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അവൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈശ്വര എന്തെങ്കിലും സംഭവിച്ചോ? അങ്ങനെ അന്ന് സുധീഷ് അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ ഓർക്കുകയാണ്. അതായത് ഇവളുടെ അച്ഛനെ കണ്ടതും അച്ഛൻ വെല്ലു വിളിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ വഴിക്കൊക്കെ അവൻ്റെ ചിന്ത പോകുന്നുണ്ട്, ഇനി അങ്ങനെ വല്ല കുടുക്കിൽ സുധീഷേട്ടൻ പെട്ടോ എന്നൊക്കെ അവൻ ആകെ പേടിച്ച് ആലോചിക്കുകയാണ്. എന്നിട്ട് അവൻ വീണ്ടും സുധീഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോഴും ഫോൺ ഓഫാന്ന് തന്നെയാണ് പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് സുധീഷിനെയാണ് കേട്ടോ. അവന് കൊലറിങ്ങോണ്ട് നിൽക്കുകയാണ്. അവൻ്റെ മുഖത്ത് പ്ലാസ്റ്റർ ഉണ്ട്, കൈയൊക്കെ കസേരയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അവൻ ആർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ, കൊതറാണ്. അങ്ങനെ ആ ഒരു ഗുണ്ട വന്നിട്ട് അവൻ്റെ മുഖത്ത് നിന്ന് ആ പ്ലാസ്റ്റർ ഊരുന്നുണ്ട്. ആ സമയത്ത് അവൻ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ആരടാ നിങ്ങൾ, എന്നെ അഴിച്ചുവിടടാ, എന്തിനാണ് എന്നോട് ഒന്ന് കെട്ടിയിട്ടെ, ആ സ്വർണ്ണം പണമൊക്കെ എവിടെ പോയടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. അയാളാണെങ്കിൽ പൊട്ടിച്ചിരിച്ചിട്ട് അവൻ്റെ വീഡിയോസ് എടുക്കുകയാണ്. അങ്ങനെ അത് നേരെ അരുണിൻ്റെ ഫോണിലേക്കാണ് കേട്ടോ അയക്കുന്നത്. അപ്പോൾ ഹോളിലാണെങ്കിൽ അരുണും ഹേമയും രാജീവും ഇരിക്കുന്നുണ്ട്. അരുണ് കൂളായിട്ട് നടക്കുകയാണ്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, എടാ നീ കാല് വയ്യാത്ത മാതിരി നടക്കാൻ നോക്കടാ, അവളെങ്ങാനും കണ്ട കള്ളത്തരം മൊത്തം പൊളിയും എന്ന് രാജീവ് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, അവളിപ്പോൾ ഇല്ലല്ലോ അച്ഛാ, എന്തായാലും അഥവാ നീ മറന്നു പോയാലോ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകട്ടോ എന്ന് പറയുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് കാല് വയ്യാത്ത മാതിരി ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ഫോൺ എടുക്കുമ്പോൾ അതിൽ ആ ഗുണ്ട അയച്ച സുധീഷിൻ്റെ വീഡിയോസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കണ്ട് അവൻ ചിരിക്കുകയാണ്. അങ്ങനെ രാജീവിന് അയച്ചു കൊടുക്കുന്നുണ്ട്. രാജീവും അത് കണ്ട് ആസ്വദിക്കുന്നുണ്ട്. കൂടെ തന്നെ ഹേമയ്ക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹേമയും പറയുന്നുണ്ട്, എന്തായാലും അവൻ്റെ വെല്ലുവിളി കാര്യമായിട്ടുണ്ട്. അത് കേട്ടപ്പോൾ രാജീവ് പറയുന്നുണ്ട്, എന്തായിരുന്നു അവൻ്റെ ഡയലോഗ്, അവൻ എന്നെ വെല്ലുവിളിക്കാനായോ? ഇനി അവൻ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അവൾ ഈ വീട്ടിൽ വളരും, ഇവിടുത്തെ കുട്ടിയായിട്ട്. എന്തായാലും അവൾ അവനെ വെറുക്കും, ഉറപ്പാണ്. ഇതാണ് എനിക്ക് വേണ്ടത്. അത്രയ്ക്ക് അഹങ്കാരം അവന് പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. നിധിയാണെങ്കിൽ റൂമിൽ വല്ലാതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈശ്വര, സുധീഷനെ ഞാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എന്നിട്ട് ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് വന്നു, ഇവരാണെങ്കിലും അവനെ വെറുക്കുന്നുണ്ട്, എന്ത് ചെയ്യും ഞാൻ എന്നൊക്കെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. തല പുകയ്ക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് വന്നിട്ട് ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവർ പെട്ടെന്ന് തങ്ങളുടെ അഭിനയം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ രാജീവ് മോളിവിടെ വന്നിരിക്കുക, എന്തായാലും നിനക്ക് മനസ്സിലായില്ല അവൻ്റെ സ്വഭാവം എന്താണെന്ന്, അവൻ എന്തായാലും നമ്മൾ പറ്റിച്ചു കളഞ്ഞു, അത്രയും വലിയ സ്വർണ്ണമാണ് അവൻ കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛൻ ഒരിക്കലും അങ്ങനെ പറയല്ല, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, വേറെ എന്ത് ചെയ്താലും ഒരിക്കലും സുധീഷ് മോഷ്ടിക്കില്ല, എനിക്ക് ഉറപ്പാണ് അച്ഛാ, എന്നൊന്ന് വിശ്വസിക്കുക, ഒരിക്കലും സുധീഷ് അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ഹേമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ എന്താടി പൊട്ടത്തിയാണോ, നീ ഇത്ര പറഞ്ഞിട്ട് നിനക്കെന്താ മനസ്സിലാവാത്തത്, നീ ഇപ്പോഴും അവനെ വക്കാലത്ത് പിടിക്കുകയാണോ, ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ നിൻ്റെ ഈ സ്വഭാവത്തിൽ എന്ന് പറഞ്ഞിട്ട് ഹേമ ചൂടാവാണ് കേട്ടോ. അപ്പോഴും അവൾ സുധീഷിനെ സപ്പോർട്ട് ചെയ്യാണ്. ആ സമയത്ത് രാജീവ് പറയുന്നുണ്ട്, മോളെ നീ ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കാൻ നോക്ക്, അവൻ കടന്നു കളഞ്ഞു, ഏത് നേരത്താണാവോ അവൻ ആ സ്വർണ്ണം കൊടുക്കാൻ തോന്നിയത്. അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് സ്റ്റേഷനിൽ പരാതി കൊടുത്താലോ, എനിക്ക് ഉറപ്പാണ് പകുതിക്ക് വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ആരോ അവനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, നമുക്ക് പെട്ടെന്ന് കേസ് കൊടുത്താലോ അച്ഛാ പ്ലീസ്, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകും. അത് കേട്ടപ്പോൾ അവരെല്ലാവരും പെട്ടെന്ന് പതറുന്നുണ്ട് കേട്ടോ. അവൾ ഇങ്ങനൊരു കാര്യം പറയുന്നവർ ആരും വിചാരിച്ചില്ല. അവന് സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അവൾ വെറുക്കുന്നതാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ ഇവൾ അങ്ങനെ അവനെ വെറുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവൾ അവന് വേണ്ടിയിട്ട് എന്താ പറയുക, പോരാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അത് കേട്ടപ്പോൾ അവർ ഷോക്കാവുന്നത്, കാരണം പോലീസ് കേസ് ആയി കഴിഞ്ഞാൽ ഇവരെന്നല്ലേ കുടുങ്ങാൻ പോകുന്നത്. അങ്ങനെ രാജീവ് പറയുന്നുണ്ട്, മോളെ നീ എന്ത് പൊട്ടത്തറയും പറയുന്നത്, ഇത്രയും വലിയ സ്വർണ്ണവും ഇത്രയും വലിയ ക്യാഷൊക്കെ നമ്മൾ അവർക്ക് ചെട്ടിയാർക്ക് കൊടുക്കുന്ന സമയത്ത് അതിന് രേഖകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, മാത്രമല്ല അക്കൗണ്ട് ഡീറ്റെയിൽസ് പോലും നമ്മൾ അക്കൗണ്ടിൽ വെക്കാത്ത ക്യാഷാണത്, അതൊക്കെ പോലീസ് കണ്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയതെല്ലാം പോവും മോളെ, നീ എന്തത് മനസ്സിലാക്കാതെ, അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ, നമുക്ക് ബുദ്ധിമുട്ടല്ലേ, സുധീഷിനെ ഏത് നേരത്താണോ ഇത് ഏൽപ്പിക്കാൻ തോന്നിയത്, അതുകൊണ്ടല്ലേ നമ്മൾ പുറത്തുനിന്ന് ആരെ വിളിക്കാതെ അവനെ തന്നെ ഏൽപ്പിച്ചത്, അതിപ്പോൾ നമുക്ക് ഇങ്ങനൊരു കുരുക്കാവും നമ്മൾ ഓർത്തോ. അതുകൂടെ കേൾക്കുമ്പോൾ നിധി ആകെ തളരാണ് കേട്ടോ. ഇനിയിപ്പോൾ അവൾക്ക് എന്ത് വഴിയാണ് മുന്നിലുള്ളത്. സുധീഷ് ആണെങ്കിൽ തൻ്റെ 2 കൈ ബന്ധിക്കപ്പെട്ടിട്ടും വായ പ്ലാസ്റ്റർ ഇട്ട് മൂടിയിട്ടും അവനിങ്ങനെ കുതറി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെന്തൊക്കെയോ വിളിച്ചലറുന്നുണ്ട്, പക്ഷെ വായ മൂടി കിട്ടിയതുകൊണ്ട് പുറത്ത് മൂളക്കും ഞെരക്കും മാത്രം കേൾക്കുന്നുള്ളൂ കേട്ടോ. പാവം അവനാകെ പേടിച്ചിട്ടുണ്ട്, എന്താ എങ്ങനെയൊന്നും അവൻ അറിയില്ലല്ലോ. നിധിയാണെങ്കിൽ രാത്രിയായിട്ടും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണും പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഹേമ അതിലൂടെ പോകുന്നതും അവളുടെ അടുത്തേക്ക് വരുന്നതും. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായി, നീ വിളിച്ചിട്ട് കിട്ടിയോ, അവനിങ്ങോട്ട് വിളിച്ചോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല അമ്മേ ഒന്നും ആയിട്ടില്ല. അപ്പോഴേക്കും തുടങ്ങി ഹേമ ഓരോ കാര്യങ്ങൾ പറയാൻ. അപ്പോൾ അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ പറയുന്നുണ്ട്, പ്ലീസ് അമ്മ ഒരിക്കലും അവരെ പറ്റി കുറ്റം പറയല്ലേ, അവരാരും അങ്ങനത്തെ ആളല്ല, ദയവ് ഇതൊന്നും മിണ്ടാതിരിക്കും പ്ലീസ്. അത് കേട്ട് ഹേമ പറയുന്നുണ്ട്, നിനക്ക് എന്താണ് ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തെ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തെ, സുധീഷ് അങ്ങനത്തെ ഒരാളല്ല, എനിക്ക് ഉറപ്പാ. നിനക്ക് എന്തോ ഉറപ്പ്, നീ ആകെ 3-4 മാസമല്ലേ അവിടെ നിന്നിട്ടുള്ളൂ, എന്നിട്ട് നിനക്ക് ഇത്രയും വിശ്വാസം അവനെ, ഞങ്ങളെ കൂടെ നീ ഇത്രയും കാലം നിന്നു, ഞങ്ങൾ നിനക്ക് വിശ്വാസമില്ല, എനിക്ക് ഉറപ്പാ അവൻ ഫ്രോഡാണ്.
അവൻ തന്നെയാണ് ഈ കാര്യം ചെയ്തത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തിനാ അമ്മ അറിയാത്ത കാര്യം പറയുന്നത്? അച്ഛൻ അവനെ ഈ കാര്യം ഏൽപ്പിക്കുമ്പോൾ തന്നെ സുധീഷ് ഓക്കെ പറഞ്ഞോ? ഇല്ലല്ലോ, അവൻ കുറേ ആലോചിച്ചിട്ടല്ലേ കാര്യങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞത്. അതും ഞാൻ നിർബന്ധിച്ചിട്ട്, സുധീഷ് നീ പോയിക്കോ, അച്ഛനൊരു ബുദ്ധിമുട്ട് വന്നുകൊണ്ടല്ലേ എന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് സുധീഷ് ഏറ്റെടുത്താലല്ലോ. അത് കേട്ടപ്പോൾ ഹേമ പറയുന്നുണ്ട്, അതന്നെ, കുറച്ച് കാലം അവിടെ നിന്ന് എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിയിട്ട് എല്ലാം കൊണ്ട് മുങ്ങണോ, അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ചെറിയ തുകയായിട്ട് പോകണോ എന്നായിരിക്കും അവൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൾ പറയുന്നുള്ളൂ, നിർത്തമ്മേ എന്ന് പറഞ്ഞിട്ട് ചൂടാവാണ് കേട്ടോ. അപ്പോഴും ഹേമ അവളോട് ഓരോന്ന് പറയാണ്, എനിക്ക് ഉറപ്പാണ് അവൻ ഫ്രോഡാണ്, അത് അച്ഛനും ഏട്ടനും ഒക്കെ അറിയുന്ന കാര്യമാണ്, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇനിയെങ്കിലും നീ ചതിയിൽ പെടാതെ നോക്കുമോളെ, നിന്നെ ചതിക്കാൻ വലിയ എളുപ്പമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുധീഷിൻ്റെ വീടിനെ പറ്റി വീട്ടുകാരെ പറ്റി നിന്നോട് അവൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും അവൻ്റെ കൂടെ പോയില്ലായിരുന്നു, എന്താ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അപ്പോൾ അവൾക്ക് ഒന്നും മിണ്ടാനില്ല കേട്ടോ. കാരണം ശരിയാണ്, സുധീഷ് അവളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു വീട്ടുകാരെ പറ്റി പറഞ്ഞിട്ട്. കണ്ടോ, നിനക്ക് ഉത്തരമില്ലല്ലോ. അപ്പോൾ അതാണ്, അവൻ അങ്ങനത്തെ ഒരു ഫ്രോഡാണ്, അവൻ്റെ വീട്ടുകാരെ പറ്റി കള്ളം വരെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവൻ ഇങ്ങനൊരു കാര്യം ചെയ്യില്ലെന്ന് നിനക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ കാരണം എന്തൊക്കെ മാനക്കേട് ഞങ്ങൾക്ക് ഉണ്ടായി, നീ ആ ഒരു ഫ്രോഡിനെ കല്യാണം കഴിച്ചു, അതോടുകൂടി അച്ഛൻ പുറത്തേക്ക് ഇറങ്ങൽ നിർത്തി, ഇനിയിപ്പോൾ നോക്കിക്കേ, നീ കല്യാണം കഴിച്ച ആളൊരു കള്ളനാൻ കൂടെ എന്ന് അറിയുമ്പോൾ നാട്ടിൽ എങ്ങനെ ഞങ്ങൾ ഇറങ്ങി നടക്കും? എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ അച്ഛൻ അത് മതി, അടുത്ത ടെൻഷൻ ആവാം. നീ നോക്കിക്കോ, അവൻ തിരിച്ചു വന്നാൽ പോലും നിന്നെ അവൻ്റെ കൂടെ ഞങ്ങൾ വിടില്ല, ഉറപ്പാ. അത് കേട്ടപ്പോൾ അവൾ തൊഴുകയോട് കൂടെ പറയുന്നുണ്ട്, അമ്മയൊന്ന് നിർത്തോ പ്ലീസ്, അല്ലെങ്കിൽ എനിക്ക് ആവശ്യത്തിന് ടെൻഷൻ ഉണ്ട്, ഇനി അമ്മയും കൂടെ എന്നെ ടെൻഷൻ ആക്കല്ലേ, ദയവ് ഇതൊന്ന് പോയി തരാവോ എന്ന് പറഞ്ഞിട്ട് അവളെ ഹേമേനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ ബെഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ്. അന്ന് സൂര്യ കാരണം അവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടുന്ന സമയത്ത് സുധീഷ് അവളെ രക്ഷിച്ചതും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കുക. എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് പറയാണ് മനസ്സിൽ, ഇല്ല സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല, അവൻ നല്ലവനാ എന്നൊക്കെ അവളിങ്ങനെ മനസ്സിൽ പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിളിക്കൂടാണ് കേട്ടോ. ഭാസ്കരൻ പുറത്തിരിക്കുന്നുണ്ട്, ഉള്ളിലാണെങ്കിൽ നികേഷ് പഠിക്കുന്നുണ്ട്, അരീഷ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ സുധീഷ് ഫോൺ എടുക്കുന്നേ ഇല്ല. അവനാകെ വല്ലാതായിട്ടുണ്ട്, ടെൻഷനായിട്ടുണ്ട്. അങ്ങനെ അവൻ സുഭാഷ് ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ചേട്ടാ ലാസ്റ്റായിട്ട് സുധീഷ് ചേട്ടാ എപ്പോഴാണ് വിളിച്ചത്? അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഇന്നലെ സംസാരിച്ചതാടാ നികേഷ്, നിന്നെയോ എന്നെയും ഇന്നലെ സംസാരിച്ചതാ, പക്ഷെ ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ ഓഫായിരുന്നു ഫോണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതെ രാവിലെ തൊട്ട് ഫോൺ ഓഫാണ്, എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല സുഭാഷ് ചേട്ടാ പ്രശ്നമൊന്നുമില്ല, പക്ഷെ എനിക്കൊരു ടെൻഷൻ. എന്താടാ അത്? അവരെന്തെങ്കിലും ബുദ്ധിമുട്ടിലായിരിക്കും, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് പുറത്തു പോയിട്ടുണ്ടാവും, നിധിയുടെ വീട്ടിലല്ലേ, പിന്നെ എന്തിനാ പേടിക്കാൻ, അവർ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയാൻ, നീ വിളിച്ച് ശല്യം ചെയ്യല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴും ഹരീഷിൻ്റെ മുഖം തെളിയുന്നില്ല, അവനാകെ വല്ലാതായിട്ടിരിക്കുകയാണ്. അപ്പോൾ നികേഷും അടുത്തേക്ക് വന്നിട്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടാ, എന്തോ ഒളിക്കുന്ന പോലെ ഉണ്ടല്ലോ? ഇല്ലടാ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, പിന്നെന്താടാ ടെൻഷൻ? ഓ നിനക്കെന്താ കാണാതിരുന്നിട്ട് വിഷമമാകുന്നുണ്ടോ? ഇവിടുന്ന് കീരിയും പാമ്പാണ്, ഒന്ന് മാറി നിന്നാലോ, എന്താ സ്നേഹം. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അടി ഉണ്ടാക്കാൻ ആളില്ലായിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കാണ് കേട്ടോ. അപ്പോഴും ഹരീഷ് ഓക്കെ അല്ല. ഹരീഷ് പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു, എന്തോ പ്രശ്നമുണ്ട്, ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല, അങ്ങനെ ഫോൺ ഓഫ് ആവാറില്ലല്ലോ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് നിധിനെ വിളിക്കാം. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഏടത്തി എന്നെ വിളിച്ചതാ, ഏടത്തി എന്നോട് പറഞ്ഞത് സുധീഷ് രാവിലെ അങ്ങോട്ട് പോയതാണ്, പിന്നീട് വന്നിട്ടില്ല, വിളിച്ചിട്ടില്ല എന്ന് എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ അവൻ എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും, നിന്നെ എപ്പോഴാണ് അവൾ വിളിച്ചത്? 1 മണിക്കൂർ മുന്നേ. എന്നാൽ അവനിപ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കും, നിനക്കവൻ അറിയുന്നതല്ലേ, അവൻ ഫോൺ ഇനി ചാർജ് ആവാതെ ഒന്ന് ഫോൺ ഓൺ ആക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നൊരു കാര്യം ചെയ്യ്, നീ നിധിനെ വിളിക്കാൻ നോക്ക്, അല്ലെങ്കിൽ വേണ്ട നികേഷ് നീ ഒന്ന് നിധിനെ വിളിച്ചേ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നികേഷ് പോയിട്ട് ഫോൺ എടുത്തിട്ട് നിധിനെ വിളിക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ റൂമിൽ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നികേഷിൻ്റെ കോൾ കണ്ടപ്പോൾ അവൾ ഹാപ്പി ആവുന്നുണ്ട്. കാരണം സുധീഷ് അവിടെ എത്തിയിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കില്ല അവൻ വിളിച്ചത്. അങ്ങനെ നമ്മൾ സന്തോഷത്തോടു കൂടി ഫോൺ എടുക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, ഏടത്തി ഹരീഷേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, സുധീഷ് ചേട്ടൻ എവിടെ പോയി? അപ്പോഴേക്കും അവൾക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അങ്ങോട്ട് എത്തിയില്ലേ? എല്ലായിടത്തി നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്, പിന്നെ എന്തിനാ സുധീഷ് ചേട്ടൻ അങ്ങോട്ട് വരുന്നത്? അല്ലടാ സുധീഷ് രാവിലെ ഇവിടുന്ന് പോയത്, ഇതുവരെ ഇങ്ങോട്ട് വന്നില്ല. ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, രാവിലെ പോയതാണ്, ഞാൻ ഒരുപാട് വിളിച്ചു, പക്ഷെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അങ്ങനെ സുഭാഷ് ഫോൺ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടാ സ്പീക്കറിൽ ഇടാൻ നോക്കുന്നു കേട്ടോ. അങ്ങനെ ഹരീഷ് പറഞ്ഞത് കാരണം സുഭാഷ് സ്പീക്കറിൽ ഇടുന്നുണ്ട് ഫോൺ. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ പേടിക്കാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വിളിച്ചെന്നുള്ളൂ, ഇങ്ങോട്ട് കാണാത്തതുകൊണ്ട്. അല്ല മോൾ എന്തെങ്കിലും പ്രശ്നമുണ്ട്? ആരുടെ കൂടെ അവൻ പോയത്? അത് രാവിലെ അച്ഛൻ ഒരു സ്ഥലത്തേക്ക് സുധീഷിനെ പറഞ്ഞയച്ചതായിരുന്നു, ഉച്ചയ്ക്ക് എത്തേണ്ടതായിരുന്നു, പക്ഷെ ഇതുവരെ എത്തിയില്ല. അത് കേട്ടപ്പോൾ ഹരീഷ് ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പേടി കറക്റ്റായിട്ട് സുഭാഷ് ഏട്ടൻ കാണുന്നുണ്ട്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, സുധീഷ് എന്തായാലും ഇവിടെ എത്താണെങ്കിൽ ഞാൻ വിളിക്കാം, അവിടെ എത്താണെങ്കിൽ എന്നൊന്ന് വിളിക്കണം, എനിക്ക് ടെൻഷനായിട്ട് വയ്യ സുഭാഷ് ഏട്ടാ, മോള് പേടിക്കേണ്ട, ഞങ്ങൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഫോൺ കട്ട് ചെയ്തതും നിധി ആകെ ടെൻഷനിലാണ്. സുധീഷ് എങ്ങോട്ട് പോയി ഭഗവാനെ, സുധീഷിനൊന്ന് പെട്ടെന്ന് കണ്ടെത്തി തരണേ, അവൻ ഇങ്ങോട്ട് വരണേ എന്നൊക്കെ അവളിങ്ങനെ സങ്കടത്തോടു കൂടി പറയാണ് കേട്ടോ മനസ്സിൽ. സുഭാഷ് ആണെങ്കിൽ ഹരീഷിനോട് പറയുന്നുണ്ട്, എന്തോ നടന്നിട്ടുണ്ടല്ലോ, നീ കാര്യം തുറന്നു പറയടാ. അതല്ല സുഭാഷ് ഏട്ടാ, അന്ന് നമ്മുടെ വീട്ടിലേക്ക് നിധി ഏടത്തിയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് രാവിലെ സുധീഷ് ഏട്ടനും നിധി ഏടത്തിയുടെ അച്ഛനും കണ്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ സുഭാഷും നികേഷും ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് എന്നവർ ചോദിക്കാണ് കേട്ടോ. പരീക്ഷ പറയുന്നുണ്ട്,
അന്ന് കണ്ട സമയത്ത് അവർ തമ്മിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സുധീഷ് ഏട്ടനെ ഏടത്തിയുടെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറും 7 ദിവസത്തിനുള്ളിൽ നിന്നെയും നിധിയെയും ഞാൻ പിരിപ്പിക്കുന്നു. എല്ലാം നോട്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് അവരുടെ പ്ലാൻ ആയിരിക്കും, സുധീഷ് ഏട്ടനെ കൊടുക്കാനായിട്ടുള്ള അവരുടെ എന്തോ പ്ലാൻ ആയിരിക്കും. എനിക്ക് പേടിയാവുന്നൊക്കെ ഹരീഷ് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ അന്നതൊക്കെ മുന്നേ പറഞ്ഞൂടായിരുന്നോ? അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഞാനും വലിയ കാര്യമാക്കിയില്ല ഏട്ടാ, അതാണ് ഞാനും പറയാനേ. ഇത് മുന്നേ അറിയാണെങ്കിൽ അവനൊരിക്കലും അങ്ങോട്ട് വിടില്ലായിരുന്നല്ലോ, ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക, അവൻ എവിടെ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാണ് കേട്ടോ. സുഭാഷ് ഏട്ടൻ സുധീഷേട്ടൻ അന്ന് പറഞ്ഞതാണ് നിങ്ങളോട് ആരോടും പറയേണ്ടെന്ന്, അതാ പിന്നെ ഞാൻ പറയാഞ്ഞത്. പിന്നെ സുധീഷേട്ടൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അയാൾ സുധീഷേട്ടൻ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. അത് മാത്രമല്ല അയാൾ ഇങ്ങോട്ട് വന്നാൽ തന്നെ എന്തൊക്കെ പ്ലാൻ വെച്ചിട്ട് തന്നെയാണ് സുധീഷേട്ടനെ കൊടുക്കാനുള്ള എന്തോ ഒരു പ്ലാന്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതെല്ലാം പുറത്തുനിന്ന് ഭാസ്കരൻ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഭാസ്കരനാകെ ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ഭാസ്കരൻ വീടിൻ്റെ അകത്തേക്ക് വരുന്നതോട് കൂടി എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ സുധീഷിനെ രക്ഷിക്കാൻ ഇവരെല്ലാവരും പുറപ്പെടില്ല എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് മിസ്സാക്കാതെ കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ബൈ, താങ്ക്